പറയണ എന്ത്? പണ്ട് കഴിഞ്ഞു പോയ ഒരാളെ പറ്റി. അയാള് കാഫിറാണോ അല്ലെന്നാ വിഷയം. അത് കർമ്മശാസ്ത്രം. അയാൾ ഒളിവെടുപ്പിക്കണോ അല്ലേന്നല്ല. അബ്ദുള്ള മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കണോന്നല്ല ഇമാം നബി ചർച്ച ചെയ്തത്. ആമിന മരിച്ചാലും മയ്യത്ത് കുളിപ്പിക്കണോ, കഫൻ തുണി എത്ര വേണം എന്നതല്ല ചർച്ച. അവര് കാഫിറാണോ അല്ലേ, അത് പറഞ്ഞിട്ട് ഞമ്മക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരും, ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ കാന്തപുരം സമസ്തക്കാരെന്ന് എഴുതിയത്. നിങ്ങളത് വേറെ ദീനാണ്, നിങ്ങളത് വേറെ മദ്ഹബാണ്. എനിക്കല്ല മനസ്സിലാകാത്തത്. ഞാനൊരു വാചകം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവലംബിക്കുന്ന ഉസ്താദുമാരാണ് എഴുതിയതെന്ത്? ഇമാം നബവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. സത്യവുമായി ബഹുദൂരം അകലെയാണ്. അത് തൽക്കാലം ആ പണ്ട് കഴിഞ്ഞ ഒരാളെ പറ്റി എന്നൊന്നും പറഞ്ഞേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഈ വിഷയം പറഞ്ഞു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യം, അല്ലാഹുവാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്റെ വിശ്വാസിയുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു. ആ അല്ലാഹുവാണ് ഉത്തരം ചെയ്യുന്നത്. അത് ഓതി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അല്ലാഹുവിനോട് മാത്രം തേടി. ആ ആയത്ത് പറഞ്ഞ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ച അംബിയാ, ആദം നബി അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം ഒക്കെ അല്ലാഹുവിനോട് തേടി. അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത്, ആ അല്ലാഹുവിനോടായിരിക്കണം നമ്മൾ തേടേണ്ടത്. അവർ മുമ്പ് കഴിഞ്ഞു പോയ ഒരു മഹാനോടും തേടിയില്ല, ഒരു മഹാനോടും തേടിയില്ല. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, അങ്ങനെ ഒരു മഹാനോടും നമ്മൾ തേടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകൾ ബദറിൽ ഇറങ്ങി തന്നെയും തന്റെ അനുയായികളെയും സഹായിച്ചത് അറിഞ്ഞു. ഉഹദിലേക്ക് പോകുമ്പോ മലക്കുകളെ നിങ്ങളൊന്ന് സഹായിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ജിബ്രീലേ, ആ മലക്കുകളെ ഒന്നുകൂടി ഞങ്ങളെ സഹായിക്കാൻ നിയോഗിക്കണേ പറഞ്ഞില്ല. മലക്കുകളോടും പാടില്ല, മഹാന്മാരോടും പാടില്ല. കാന്തപുരം സമസ്തക്കാര് ഇന്ന് നടത്തുന്നത് പോലെയുള്ള ഇസ്തിഗാസ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു നബിയും നടത്തിയില്ല. അതിന് തെളിവായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തും വിഷയാവതരണത്തിൽ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ഹദീസും തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോ വാദപ്രതിവാദം നടത്തിയത് ആ ജബ്ബാർ മൗലവിയെയും സക്കരിയ സലാഹിയെയും കുറിച്ചുള്ള വിഷയമാണോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലേക്ക് തരം താഴേണ്ടി വന്നില്ലേ? നിങ്ങളുടെ ആദർശം അതാ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത്, മൂവാറ്റുപുഴയിൽ മുങ്ങിത്താഴുകയാണ് നിങ്ങളുടെ ആദർശം. അത് മൂവാറ്റുപുഴയിലുള്ള ആളുകൾ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ തക്ബീർ തൊഴിലാളികൾ പോലും തളർന്നുകൊണ്ടിരിക്കുന്നു, ചിരി മാഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? അതാണ് കാണാൻ കഴിയുന്നത് നമുക്ക്. അസ്സലാമു അലൈക്കും. ഇനി ഈ ഫസ്റ്റിലെ ആദ്യത്തെ ചോദ്യോത്തര സെഷനിലെ അവസാനത്തെ ഇനമാണ് ഒരു ചോദ്യം ഒരു ഉത്തരം. ചോദ്യോത്തരം കഴിയുമ്പോൾ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായത്, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല? ശിർക്കാവൂല. തേടിയാലേ ആകുള്ളൂ എന്നിടത്താണല്ലോ ഇപ്പൊ എത്തിയത്. എന്റെ ചോദ്യം, ഇപ്പൊ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണോ നിങ്ങളെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവുന്നതാണ് എന്നല്ലേ? അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ, ശിർക്ക് വ്യക്തമായിട്ട് പഠിച്ചോ. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു, തേടിയില്ല. അയാൾ മുശ്രിക്കാണോ? മുശ്രിക്കല്ലേ? നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം. പിന്നെ ആമിന ബീവിന്റെ പേര് കേട്ട റളിയല്ലാഹു അൻഹ അറിയില്ല, ഞങ്ങൾ ആവേശത്തോടെ പറയും റളിയല്ലാഹു അൻഹ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ മദ്രസയിൽ ശരിക്കൊന്ന് പോകണം. കാരണം ഫിഖ്ഹ്, അഖീദ, താരീഖ്, തജ്വീദ് ഇങ്ങനെ കുറെ ബുക്കുണ്ട് അവിടെ. ഇത് ഫിഖ്ഹ് അല്ലാത്തതൊക്കെ മൂപ്പര് മനസ്സിലാക്കിയത് അഖീദാന്നാ. മോനെ, ഇത് താരീഖാണ് കേട്ടോ, അതെങ്കിലും പഠിച്ചു വെക്കണ്ടേ? എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? അതവിടെ ഇരിക്കട്ടെ. എന്റെ ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പെന്തായി എന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്. പിന്നെ ആരാ ഔട്ടായത്?
സക്കരിയ സലാഹി ഔട്ട്. പിന്നെ ഔട്ടായത് മിസ്റ്റർ ബാലുശ്ശേരി, ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി, നമ്മുടെ ഷൗക്കാൻ, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി ആയി. നിങ്ങളെ വാദം അനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞില്ല. എനിക്ക് ഇയാൾക്ക് ഏതാ അവസരം തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടിയാണ്. ഞങ്ങളെ ചോദ്യങ്ങളെ മറുപടി നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞു തരൂലേ? മണിമണിയായിട്ട് തെളിവ്. സഹാബികൾ ചെയ്തത് വേണോ? നബി തങ്ങൾ തേടാൻ പറഞ്ഞത് വേണോ? ചോദിച്ചോ, ഞങ്ങൾ അവിടെ തരാം. മൂപ്പർക്ക് അവസരം തന്നെ ഓർമ്മയില്ല. ഞങ്ങളെ ചോദ്യ നിങ്ങളെ തൗഹീദ് പൊളിക്കാൻ. പൊളിഞ്ഞു, അത് പൊളിഞ്ഞ് പാളിസായി. കാരണം നിങ്ങൾ ജബ്ബാർ പോയി, സക്കരിയ പോയി, ഷൗക്കാനി പോയി, നബി ഇമാമും പോയി, എല്ലാവരും പോയി. ഒടുവിൽ നോക്കുമ്പോ സിഹിറിൽ ഇങ്ങൾക്കും വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കും നിങ്ങൾ വിശ്വസിച്ചു. സിഹിർ അറിഞ്ഞാലോ അഭൗതിക കഴിവുണ്ട് എന്ന് ഒരാൾക്ക് വിശ്വസിക്കലാണ്. അതോടെ നിങ്ങൾ ഔട്ടായി. എന്ത് മറുപടി ഉണ്ട്? ആ മണിയായി മറുപടി നൽകും. പക്ഷെ ആള് ഇപ്പൊ ഒരു വിവാദം മണിയുണ്ടല്ലോ, ഏതാണ്ട് ആ മണിയായി എന്നല്ലാതെ കാര്യമൊന്നും വിഷയത്തിലില്ല. ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്നതിന് ലൈസൻസും ഇല്ല, അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതും പറയില്ല. നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. ശരിക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ, അയാള് ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കുകൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. ഒരു മലക്ക് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു എന്റെ പാപം പൊറുത്തു തരും എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. കാരണം അത് മലക്കിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. അത് അല്ലാഹു മലക്കിനെ ഏൽപ്പിച്ച പണിയാണ്. എന്നാൽ ഈ ചെയ്യുന്നയാളോ അയാൾ സഹായം തേടി, അയാള് ജിന്നിനോട് സഹായം തേടി, അതുകൊണ്ടാണ് ശിർക്ക്. പിന്നെയോ താരീഖ് അത്രേ. താരീഖ് എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ബാപ്പയും കാഫിറാണോ അല്ലേ എന്നത് താരീഖാണ്. ഒരാൾ കാഫിറോ അല്ലേ എന്നുള്ളത് ചരിത്രത്തിൽ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യ. നബിയുടെ ഉമ്മാന്റെ പേരെന്ത് എന്നതല്ല, നബിയുടെ ഉപ്പാന്റെ പേരെന്ത് എന്നതല്ല. ഇവിടെ നബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വിശ്വാസം എന്തായിരുന്നു? അവർ കാഫിറാണോ അല്ലേ? ഒരു താരീഖ് തെറ്റിന സത്യവുമായി ബഹുദൂരം ഇമാം നവവി അകന്നു പോയത്. ഒരു താരീഖ് പറയുമ്പോഴേ ഇങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എവിടെ എപ്പോഴാ? 1947 ആഗസ്റ്റ് 18 എന്നൊരാൾ നിങ്ങൾ സത്യവുമായി ബഹുദൂരം അകന്നുപോയി എന്നൊക്കെ ആക്ഷേപിക്കണോ? ഇവിടെ അതല്ല, താരീഖല്ല. മദ്രസ് പഠിക്കാതെയും ഇഹ്യാ സുന്നയിൽ പ്രവേശനം കിട്ടുന്നുള്ള ഇപ്പൊ മനസ്സിലായി. മദ്രസ പഠിക്കാതെയും ഇഹ്യാ സുന്നയിൽ പ്രവേശനമുണ്ട് എന്നിപ്പോ മനസ്സിലായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, പൂർവികരായ നബിമാർ ഇവിടെ യൂനുസ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. അത് വിശദീകരിച്ച് ഇമാം റാസി പറയുന്നു, ഐ മിൻ ഗമ്മിഹി ബിസബബി കൗനിഹി ഫി ബത്നിൽ ഹുത്തി, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോഴുണ്ടായ പ്രയാസം, വബിസബബി ഖതിയതിഹി വകമാ അൻജൈനാ യൂനുസ് അലൈഹിസ്സലാം മിൻ കറബിൽ ഹബ്സി ഇദ് ദാന. ആ യൂനുസ് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ നമ്മോട് പ്രാർത്ഥിച്ചു, നമ്മോട് തേടി. അതേപോലെ കദാലിക നുൻജിൽ മുഅ്മിനീന മിൻ കറബിഹിം ഇദസ്തഗാസൂ ബിനാ. സത്യവിശ്വാസികളെ നമ്മോട് ഇസ്തിഗാസ നടത്തിയാൽ അവരുടെ പ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തും. ഇതേപോലെ നബിയോട് ഇസ്തിഗാസ നടത്തിയാൽ
മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ, മലക്കുകളോട് ഇസ്തിഗാസ നടത്തിയാൽ നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുജാഹിദികൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ അമ്പിയാക്കളൊക്കെ പോയ സ്വർഗത്തിലല്ലേ പോകേണ്ടത്? ആദം നബി പോയ സ്വർഗത്തിൽ, അയ്യൂബ് നബി പോയ സ്വർഗത്തിൽ, ഇബ്രാഹിം നബി പോയ സ്വർഗത്തിൽ, ഇസ്മായിൽ നബി പോയ സ്വർഗത്തിൽ അലൈഹിമിസ്സലാം. ഈ നബിമാരൊക്കെ പോയ സ്വർഗത്തിൽ പോകണോ? പ്രഖ്യാപിച്ചോ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. എന്താ കാരണം? ഖുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. അസ്സലാമു അലൈക്കും. ഇനി ആദ്യത്തെ സെഷൻ അവസാനിച്ചു. രണ്ടാമത്തെ ചോദ്യോത്തര സെഷൻ 10 മിനിറ്റിന് ശേഷമാണ്. ആരെങ്കിലും ഉടനെ വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും സദസ്സിനകത്തേക്ക് കയറിയിരിക്കുക. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ വിധത്തിൽ ഇവിടെ സംവാദത്തിൻ്റെ ഒരു സെഷൻ അവസാനിച്ചിരിക്കുന്നു. രണ്ടാം സെഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചോദ്യവും സുന്നികളുടെ മറുപടിയും ആണ് നടക്കേണ്ടത്. അത് കഴിഞ്ഞ് രണ്ട് വിഭാഗത്തിൻ്റെയും അവലോകനങ്ങളോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകണം. അതുകൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ എല്ലാ പ്രവർത്തകരും വളരെ സന്തോഷത്തിൽ സഹകരിക്കുക. എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രത്യേകം ഉണർത്താനുള്ളത്, വളണ്ടിയേഴ്സ് വളരെ നല്ല സേവനം വളരെ ആത്മാർത്ഥമായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വിഭാഗത്തിൻ്റെയും വളണ്ടിയേഴ്സ് അവരുടെ ഭാഗം മാത്രം നിയന്ത്രിക്കുക. മറ്റേ ഭാഗത്തേക്ക് നിയന്ത്രിക്കാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഉണ്ടായി എന്നല്ല, വളരെ നല്ല നിലയിലൂടെ നടത്തിപ്പിന് വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് ഭാഗത്ത് നിൽക്കുക. വളരെ നല്ല നിലയിലാണിത് മുന്നോട്ട് പോകുന്നത്. അള്ളാഹു സന്തോഷത്തോടെ ഈ സംവാദം സത്യത്തിൻ്റെ പ്രഖ്യാപനമായി മാറാൻ നമുക്ക് ഒരു വേദിയായി നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ചോദ്യം ചോദിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹനീഫ് മൗലവിയാണ് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ദീനിൽ വ്യത്യസ്തമായ രണ്ട് വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുമായുള്ള ചർച്ചയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ ചരിത്രമായി അള്ളാഹു വിശദീകരിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തങ്ങളുടെ ജീവിതത്തിൽ ആചരിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. മറുവിഭാഗമാകട്ടെ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് മുജാഹിദുകൾ പറഞ്ഞപ്പോൾ നേരത്തെ വിഷയം അവതരിപ്പിച്ച വിഷയാവതാരകൻ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. അല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം ഇബിലീസിന്റെ വാദമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കാന്തപുരം സമസ്തക്കാർ. ഞങ്ങളുടെ ചോദ്യം അതാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം അത് ഇബിലീസിന്റെ വാദമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് ധരിക്കാൻ കഴിയുമോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് വാദിക്കുന്നവരാണ് മുജാഹിദുകൾ. സംവാദത്തിന്റെ വേദിയിൽ കയറി വന്ന് ഞങ്ങളും അത് തന്നെയാണെന്ന് പറയുന്നവർ മുമ്പെഴുതി വെച്ച കാര്യങ്ങൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബിലീസിന്റെ വാദമാണ് എന്നാണ്. അതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇത് ചോദിക്കേണ്ടി വന്നു? മുജാഹിദുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുക എന്നവരോട് പറയുക. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരമായി നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാനോ അത് മാറ്റാനോ അവരെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞു പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു നബിയോടും തേടിയത് ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ കാന്തപുരം സമസ്തക്കാര് പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്.
അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ കഴിയുമോ എന്നാണ് മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളത്. അതാണ് കാന്തപുരം സമസ്തക്കാരുടെ വിശ്വാസം. ഇവിടെ വന്നിട്ട് ആ കൈപൊക്കി ആവേശത്തിൽ ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ഇന്ന് പ്രസംഗിക്കാൻ നല്ല എളുപ്പാ, എഴുതി വെക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുമില്ല. തെളിവുണ്ടെങ്കിൽ അത് പറയുക. അസ്സലാമു അലൈക്കും. അപ്പൊ ഇനി അടുത്ത പഠനം തുടങ്ങുകയാണ്. ഓരോ പാഠം ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കും. ആയിക്കോട്ടെ, ചിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് ഇരുത്തിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, ഇരിക്കട്ടെ. ഏതായാലും ഇനി എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കട്ടെ. മൂപ്പരെ കാര്യമായ ചോദ്യം എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. ഇതിന് ഖുർആനിൽ തെളിവുണ്ടോന്നാണ്. ഞാൻ അൽമനാർ വായിക്കട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. മുജാഹിദുകളും ശരിക്കും പഠിക്കണം. പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. എന്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളത്? പഠിച്ചോളൂ ഹനീഫ് മൗലവി. സഹായാർത്ഥന, വിളി, അപേക്ഷ, ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നൊരാൾ വാദിച്ചാൽ അത് ഇബ്ലീസിന്റെ വാദം തന്നെയാകുന്നു. തെളിവാണോ ചോദിച്ചത്? തെളിവിതാ ഞങ്ങൾ പറയുന്നു. ഇത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ ശഫീഉനാ റസൂലുള്ളാഹി, ഞാൻ എല്ലാ ആദം നബി അലൈഹിസ്സലാമിന്റെ സർവ്വമക്കളുടെയും അഭയകേന്ദ്രമാണ്. ഇമാം നബവി അതിന് അർത്ഥം പറഞ്ഞത് കേട്ടോളൂ. ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇദി, ആപ്പൽഘട്ടങ്ങളിൽ, വശമഘട്ടങ്ങളിൽ അല്ലാഹു തആലയുടെ കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആ സമയത്തൊക്കെ അഭയം തേടാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ വിളി, അപേക്ഷ, സഹായാർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളാണല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. അത് അള്ളാഹുവോട് മാത്രം എന്ന് വാദിച്ചാൽ തെറ്റാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് തെളിവ്. ഇനി അൽമനാറിലേക്ക് തന്നെ വരാം കേട്ടോ. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. ഇത് അള്ളാഹുവോട് മാത്രമേ പറ്റൂ. ഇതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പറ്റുമെന്ന് പറഞ്ഞത് നിങ്ങൾ അൽമനാർ പറഞ്ഞ സഹായാർത്ഥന, വിളി, അപേക്ഷ, ഇത് അള്ളാഹു അല്ലാത്തവരോട് പറ്റും. തെളിവെന്താണ്? സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല ഈ തെളിവിനെ. ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രം കേട്ടോളൂ. എന്താണ് അഭയകേന്ദ്രം എന്നതിന്റെ അർത്ഥം? ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇദി, ആഫൽഘട്ടങ്ങളിലും പശമഘട്ടങ്ങളിലും സഹായിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സഹായം തേടിയാൽ ഫയഖൂമു ബിഅംരിഹിം, അവരുടെ കാര്യത്തിൽ നബി തങ്ങൾ ഇടപെടും. അതേ വയതഹമ്മലു അൻഹും മകാരിയഹും, അവരുടെ വെറുപ്പുകളും അവരുടെ വിഷമങ്ങളും ഇല്ലാതെയാക്കും. വയദ്ഫഉഹു അൻഹും, അത് അവരിൽ നിന്ന് തട്ടിക്കളയും. അപ്പൊ അപേക്ഷയും വിളിയും അള്ളാഹിനോട് മാത്രം എന്ന് പറയരുത്. അത് ഇബ്ലീസിന്റെ വാദമാണ്. അതേ സമയത്ത് ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥന മനുഷ്യൻ നടത്തും, ഇത് അള്ളാഹിനോട് മാത്രമേ പറ്റൂ. അതാണ് ശറഇൽ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന. രണ്ടും പഠിപ്പിച്ചു നിങ്ങളെ. തെളിവും ഞങ്ങൾ സമർപ്പിച്ചു. വെല്ലുവിളിക്കുന്നു. നിങ്ങൾ അപ്പുറത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ജബ്ബാർ ഗ്രൂപ്പ്, സിഹറിൽ കുടുങ്ങിയ ഗ്രൂപ്പ്. അതെ, അങ്ങനെ പറയണം. കാരണം നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ആളിപ്പം മുശ്രിക്കായി. അങ്ങനെ തന്നെ വരട്ടെ, ചൊല്ലൂ. ശരിക്കും ചൊല്ലി ഇതൊക്കെ തീർന്നാലേ മട്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾ മുജാഹിദാണ്, പോട്ടെ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയില്ല. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. സഹായാർത്ഥന, വിളി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളാ വിശദീകരിക്കേണ്ടത്. ഇത് അള്ളാഹിനോട് മാത്രം എന്ന് പറയരുത്. അതിനിവിടെ തെളിവുണ്ട്. അതേസമയത്ത് ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന ദൈവമാണ്, ഇലാഹാണെന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇത് രണ്ടും രണ്ടായി വേർതിരിച്ച് നിങ്ങളെ നേരത്തെ ഞങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുന്നു നബവി ഇമാം വിളിച്ചു. നബവി ഇമാം അറിയാം എന്താണ് പ്രാർത്ഥന. നിങ്ങളെ നേതാവ് ശൗഖാനി വിളിച്ചു. അയാളും ആ വിഷയത്തിൽ അത് മനസ്സിലാക്കി കാണും. നൗഷാദ് ഹസീനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയുമ്പോൾ ഞാൻ കാണിച്ച മാന്യത നിങ്ങളും കാണിക്കണം. കാരണം സാധാരണ നിങ്ങൾ പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, മറുപടി കിട്ടിയിട്ടില്ല. ഇവിടെ ആ പാട്ട് നിങ്ങൾ പാടിയിട്ടില്ല. ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി തന്നു.
അതേപോലെ ഞങ്ങളുടെ ചോദ്യത്തിനും മറുപടി തരാൻ നിങ്ങൾ തയ്യാറാകണം. ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാൻ തയ്യാറാകണം. ഇവിടെ നിങ്ങൾ 8 ചോദ്യങ്ങൾ ചോദിച്ചു, ആ 8 ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചോദിച്ച 1ാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് എന്താ? ഞങ്ങളുടെ വാദം ഞങ്ങളിവിടെ എഴുതി വെച്ചു. കാന്തപുരം സമസ്തക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. അതിന് ഖുർആന് തെളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ ചോദിക്കാൻ കാരണം? നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. ഹദീസ് ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാൽ മതി. തിരക്ക് കൂട്ടലാണ് നിങ്ങളെന്തിനാ? പിന്നെ അറബി ഭാഷയിൽ അൽമനാറിലുള്ള അറബി ഭാഷയിൽ ഭാഷാർത്ഥമല്ല ഞാൻ ചോദിച്ചത്. ഇനിയോ ദുആ എന്ന് പറഞ്ഞാൽ അടിമ ഉടമേനോട് തേടുന്നതിന് മാത്രമേ പറയുള്ളൂ, അല്ലാത്തതിന് പറയില്ല. അള്ളാനെ പഠിപ്പിക്കാം. അള്ളാഹ് എന്താ പറഞ്ഞ? വല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നവർ. അപ്പൊ അള്ളാഹ് എന്താണ് ദുആ എന്ന് പറഞ്ഞ് അവർ ഉടമേനോടാണ് നടത്തിയത്? അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല. എവിടെ നിന്നാണ് കൂട്ടരെ നിങ്ങൾ ദീന് പഠിച്ചത്? നിങ്ങൾക്ക് ഖുർആൻ മരിച്ച വീട്ടിലും ഖബറിന്റെ മുകളിലും ഓതാനല്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക്, വയറിലേക്ക് കടന്നിട്ടുണ്ടാകാം, മനസ്സിലേക്ക് ഖുർആൻ കടന്നിട്ടില്ല. മനസ്സിലേക്ക് കടന്നിട്ടില്ല. അല്ലാത്തവരോട് ബഹുദൈവ വിശ്വാസികൾ നടത്തിയ തേട്ടങ്ങൾക്ക് ദുആ എന്നാ പറഞ്ഞത്. അടിമ ഉടമേനോട് നടത്തിയതാ? അല്ല. ദുആ ആരോടെ നടത്താൻ പാടുള്ളൂ? അടിമ ഉടമയോടെ നടത്താൻ പാടുള്ളൂ. അല്ലാതെ നടത്തിയ ദുആയിനെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. എന്റെ 1ാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ആയത്ത് തെളിവുദ്ധരിക്കുമോ? ഇബ്ലീസിന്റെ വാദമാണ് പ്രാർത്ഥന. സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള തർക്കാണല്ലോ ഇവിടെ വിഷയം. അതുകൊണ്ടല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഒരു ചുമരിലും അപേക്ഷ അള്ളാഹുവിനോട് മാത്രം, ഹർജി കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രം എന്ന് മുജാഹിദികൾ എഴുതി വെച്ചിട്ടില്ല. സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് എഴുതിയത്. അതിനെ പറ്റിയാണ്. വേറെ പ്രാർത്ഥന അല്ല, വേറെ അപേക്ഷ അല്ല, വേറെ വിളിയല്ല, കല്യാണത്തിന് വിളിയല്ല, പ്രോഗ്രാമിന് വിളിയല്ല. സുന്നികളും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലുള്ള പ്രാർത്ഥന, അതിനെ പറ്റിയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് എഴുതിയത്. അതിനെ പറ്റിയാണ് അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതിയത്. അതിനാണ് ആയത്ത് വേണ്ടത്. ഞങ്ങൾ പറയാ, നിങ്ങൾ വ്യാഖ്യാനിക്ക. അതിന് വേറെ ആളെ നോക്കുങ്ങള്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് പറയേണ്ടത് ഞങ്ങളാ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് ഞങ്ങളല്ലേ എഴുതിയത്. അത് ഏത് പ്രാർത്ഥനയാണെന്നുള്ള അത് പറയാനുള്ള അവകാശമെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ? എന്താ ചങ്ങാതിമാർ, അത് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അൽമനാറിൽ നിന്ന്, ഏതാണ് അൽമനാറിൽ നിന്ന് തന്നെ വായിക്കുന്നു. ഒന്നുകൂടി മനസ്സിലായിട്ട് പഠിച്ചോ. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പറഞ്ഞത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ, അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് അങ്ങനെയുണ്ട് ഒരു വാദം. ഞങ്ങളെ മുശ്രിക്കാക്കാനുള്ള പണിയാ. പിന്നെ ജബ്ബാർ ആ കൂട്ടത്തിലേക്ക് അൽമനാറും വരുന്നു. മൂപ്പര് പറയാ, നിങ്ങൾ അള്ളാനെ പഠിപ്പിക്കാണോ? ഞാൻ അൽമനാർന്നല്ലേ വായിച്ചത്? അൽമനാർന്നല്ലേ വായിച്ചത്? ഞാൻ എൻ്റെ റിസാലയാ വായിച്ചത്? സുന്നി വായിച്ചത് അല്ലല്ലോ. നോക്കിക്കോ, ഇതാ നിങ്ങൾ തിരുത്തിക്കോ. ഇതും തെറ്റാന്ന് പറയാം. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. പിന്നെ ഖുർആനിന്റെ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആയത്ത് ചോദിച്ചു, പ്രമാണം അതാണല്ലോ നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതെ, ഞങ്ങൾ പറഞ്ഞ തെളിവിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അത് ആദ്യം പറയാം. ആയത്തങ്ങൾ തരാ. നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, അള്ളാഹിന്റെ റസൂലിനും വഴിപ്പെടണം. റസൂല് പറയുന്നു, അന സയ്യിദുൽ ആദം, ഞാൻ വിഷമമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് കാര്യം പറയാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു പറഞ്ഞതോ അള്ളാഹ്ക്കും വഴിപ്പെടണം, റസൂലിനും. നിങ്ങൾ ചേകനൂരായി പോയോ? മറുപടി ഉണ്ടെങ്കിൽ പറ.
അന സയ്യിദ് വൽദി ആദം. ഞങ്ങൾ ഇവിടെ എടുത്തു തിരിച്ചില്ലേ? എടുക്കൂ നമ്മുടെ സറഹ് മുസ്ലിം. ഇതിലല്ലേ പറഞ്ഞത് ബസമഘട്ടങ്ങളിൽ, ആപ്പൽ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സഹായിക്കാനുള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവല്ലേ പഠിപ്പിച്ചത്? ഹനീഫ് മൗലവി, അനസ് മൗലവി, മജീദ് സലായി മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്. മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ പറ, തുറന്നു പറ, ചങ്കൂറ്റത്തോടെ പറ. ഈ ഹദീസ് ദഈഫാണോ? ഈ ഹദീസിന് ഇങ്ങനെ അർത്ഥമില്ലേ? ഞങ്ങൾ യാ സയ്യിദി സനദി വെറുതെ അല്ല ചോദിക്കുന്നത്, ചോദിക്കപ്പെടാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹ് പറഞ്ഞതോ അത്തിയുർ റസൂല, റസൂലിനെ നിങ്ങൾ വഴിപ്പെടണം. അപ്പൊ അള്ളാഹിനോട് മാത്രമുള്ള പ്രാർത്ഥന അത് അൽമനാർ തന്നെ പറഞ്ഞു. ഞങ്ങളോട് ചോദിക്കണ്ട, നിങ്ങൾ അവിടെ പോയി ചോദിച്ചോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിഷയം കൃത്യമാണ്. കിതാബാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂല് പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് പറഞ്ഞ ഖുർആൻ ആ നബി തങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ആഫത്ത് കോട്ടയ്ക്കൻ തന്നെ മുട്ടിയിട്ട് വരും. എപ്പോഴെങ്കിലും മറുപടി കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചതാ. കിട്ടിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടുകയുമില്ല. സിഹ്ർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. സാഹിറിൽ ചെയ്യുന്നത് ഫലിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ പോയി. ഇൻഷാ അല്ലാഹ് വരാ. അപ്പൊ ശരിക്കും മനസ്സിലാക്കിക്കോ. നിങ്ങളെ വാദം നേരത്തെ പൊളിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ തെളിവ് കൊണ്ടുവന്നു. റസൂൽ പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെ അള്ളാഹിനോട് മാത്രം ചെയ്യേണ്ട പ്രാർത്ഥന അത് അൽമനാർ എന്ന് പറഞ്ഞു. അടിമയായ മനുഷ്യൻ ഉടമയായ റബ്ബിനോട്. അത് തെറ്റാന്ന് പറ. അൽമനാറിന് പഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറ. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ, അതാണ് പ്രാർത്ഥന. ഇതെഴുതിയത് അൽമനാറാണ്. ഞങ്ങൾ തെളിവിടെ സമർപ്പിക്കുന്നു. റസൂലാണ് പറയുന്നത് അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികൾ. എല്ലാവരും പെട്ടുപോയില്. ഇന്ന കാരണമില്ല. ആദം സന്തതികൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലുണ്ടോ അതുകൊണ്ടല്ലേ സ്വഹാബികൾ ഈ ഹദീസ് മനസ്സിലാക്കി ഇസ്തിഗാസ ചെയ്തത്. അപ്പൊ ഇനി ബുക്ക് എഴുതുമ്പോഴേ ബുക്ക് സ്റ്റാളത് എഴുതിയ ആളെയും കൂടി നിർത്താം. വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ ഒപ്പം കൊണ്ടുപോവാ. ബുക്ക് എഴുതുന്നത് ആളേക്ക് കാര്യം പഠിക്കാനാ. ഇത് ബുക്ക് എഴുതിയാൽ മാത്രം പറയാം, ഷറഹിയാൻ വേറെ വരണം എന്നുള്ള കോലത്തിലാണ്. എവിടെ നിന്നാ ചങ്ങാതിമാരെ നിങ്ങൾ വരുന്നത്? ഇവിടെ കിതാബാണ് കയ്യിലുള്ളത് എന്നാ. ഇവിടെ പറഞ്ഞ എന്താണ്? ഹലോ മൈക്കിൻ്റെ ശബ്ദം കേട്ടില്ല എന്നുള്ളൊരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. 1 മിനിറ്റ് ഹനീഫ്, 1 മിനിറ്റ് 14 അര മിനിറ്റ് ആയിട്ടുണ്ട്. ബാക്കി തുടരാണ്. സദസ്സ് സ്റ്റേജിലേക്ക് സൂചിപ്പിക്കേണ്ട. അവിടുന്ന് ഏതെങ്കിലും ഒരാൾ സൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ 1-2 ആളുകൾ മാത്രം പറയാം. അവിടുന്ന് ഇവിടുന്ന് ഒന്നും മനസ്സിലാവാത്ത രൂപം വരരുത്. സഹകരിക്കുക. തുടരുന്നു. മൗലവി തന്നെ തുടരുന്നു. ഇവിടെ കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഓഫീസിൽ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റിയല്ല, കല്യാണത്തിന് ആളെ വിളിക്കുന്നതിനെ പറ്റിയല്ല, അതല്ലെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ക്ഷണിച്ചോ ഇല്ലേ എന്നതല്ല. ഇതൊന്നല്ല കേരളത്തിലെ മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള തർക്കം. ആ പ്രാർത്ഥന അതാണ് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നിങ്ങൾ എഴുതിയത്. അതിന് ഖുർആന് തെളിവ് ചോദിച്ചു. അപ്പൊ എന്താ? കിതാബാണ് തെളിവ്. കിതാബല്ല, അള്ളാന്റെ കിതാബാ ചോദിച്ചു. അതുണ്ടെങ്കിൽ അയൽന്ന് അത് സ്വന്തം അനുയായികൾ എന്നെ ചിരിച്ചു തള്ളിയല്ലോ, തെളിവല്ല എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു. എന്റെ സഹോദരന്റെ പരാജയം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തെ ഇനി ആ ചോദ്യത്തിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. അദ്ദേഹത്തിൽ ഉത്തരം കിട്ടാനല്ല. ഇത്രയും അപകടകരമായ വാദം വെച്ച് പുലർത്തുന്നവരാണ് ഇവിടെ. ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നുണ പറഞ്ഞത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി മറുപടി ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന്, ആഗ്രഹ സഫലീകരണത്തിന്, ഇതിനൊക്കെ ചെറുപ്പാപ്പ, പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ, മനുമ്പത്ത ബീവി തുടങ്ങിയ ആളുകളെ വിളിച്ച് തേടുന്നുണ്ടല്ലോ. ആ തേട്ടം അത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. അതിന് ഖുർആനിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കാൻ കഴിയുമോ? നിങ്ങൾ തേടുന്നു, ചെറുപ്പാപ്പാനെ വിളിച്ചു തേടുന്നു,
പെണ്ണ് കെട്ടാൻ പൂതി മസ്താനെ വിളിച്ചു തേടുന്നു, സന്താന സൗഭാഗ്യത്തിന് തേടുന്നു, രോഗശമനത്തിന് തേടുന്നു. ഈ തേട്ടം ശിർക്കല്ലെന്ന് നിങ്ങൾ പറയുന്നു. അത് ശിർക്കല്ല എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയുമോ? ശിർക്കാണ് എന്നതിന് ഞങ്ങൾ തെളിവുദ്ധരിച്ചു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, അത് അല്ലാഹുവിനോടല്ലാതെ തേടുന്നത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ അഹങ്കാരിക്കലാണ്. അതാണ് ഞങ്ങളുടെ തെളിവ് ശിർക്കാണ് എന്നതിന്. ശിർക്കല്ല. ഓ ചെറുപ്പാപ്പാ, സന്താനത്തെ തരണമേ, പെണ്ണ് കെട്ടാൻ പൂതി മസ്താ, എനിക്ക് നല്ല ഒരു ഭാര്യയെ തരണമേ എന്നിങ്ങനെ തേടുന്നത് ശിർക്കല്ല എന്ന കാന്തപുരം സമസ്തക്കാരുടെ വാദം, ആ വാദത്തിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇനി വേറെന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് കിതാബ് എന്ന് അറബി പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ? ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ അന സയ്യിദ് ഉൽദി ആദമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ആക്കണ്ട, ഒക്കെ ഇപ്പൊ തന്നെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞങ്ങൾ വിടാൻ പോകുന്നുള്ളൂ. പിന്നെ പറയാം, ആ പൂതി വേണ്ട കേട്ടോ. ഏതായാലും ഒരു കാര്യം സംബന്ധിച്ച് ഇപ്പൊ മൂപ്പർക്ക് ഇഷ്കാല് ഓച്ചിറൊപ്പൂപ്പാനോട് ചോദിക്കാൻ പറ്റുമെന്നാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങളും സമ്മതിച്ചോ? അടുത്ത റൗണ്ടിൽ ഞാൻ പറയും അതിന് തെളിവ്. ഹബീബായ നബിയോട് ഞങ്ങൾ പറയുന്നു, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ തെളിവ്? ഒന്നാമത്തെ ചോദ്യം പോയി, പോകാതിരിക്കോ? ഞങ്ങൾ ചോദിച്ചതിനൊക്കെ മൂപ്പര് മറുപടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എല്ലാവരും കാഫിറാക്കി മറുപടി പറഞ്ഞു. അത് ഞങ്ങൾ കിട്ടേണ്ടത് തന്നെയാണ്, അതിവിടെ കിട്ടേണ്ടത് തന്നെയാണ്. കിട്ടി, ഞങ്ങൾ ആഘോഷിച്ചോളാം. ഇൻഷാ അല്ലാഹ് CD ഞങ്ങൾ എല്ലാ സ്ഥലത്തും എത്തിച്ചോളാം. പണി ബാക്കി ഞങ്ങൾ എടുത്തോളാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു എത്തിച്ചോളൂ, നമ്മൾ വല്ല പണിയെടുക്കേണ്ടി വരില്ല. ഏതായാലും ആകട്ടെ. മൂപ്പർ ഇപ്പൊ ചോദിച്ചത് എന്താ? രണ്ടാമത്തെ ചോദ്യം ഓച്ചിറോപ്പാപ്പ, അതുപോലെ മനമ്പത്തെ ബീബി. ഞാൻ പറയുന്നു, തെളിവ് ഞാൻ പറയാ. അതിന്റെ മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളോട്, ഇനി അവിടെ കുട്ടികളെ തരുന്നതും എല്ലാം പെട്ടു. അതാണ് ഇമാം നബവിയുടെ തഫ്സീർ കേട്ടോ. ഫിന്നവാഇബി വശദാഇദി, എല്ലാ വിഷമഘട്ടത്തിലും എല്ലാ പ്രയാസഘട്ടത്തിലും നബിതങ്ങളോട് തേടണം. മിണ്ടാൻ കഴിഞ്ഞോ മൗലവിമാരെ നിങ്ങൾക്ക്? ആ ലബ്ബ അവിടെ കണ്ട മേപ്പോട്ട് നോക്കിയിരിക്കണ, പറയൂ മറുപടി, പറയൂ മറുപടി. ഞങ്ങളല്ലേ പറഞ്ഞത് ഇസ്തിയാസിന് ചിലത് പറ്റുന്നായോ? നബി തങ്ങളോട് ഓക്കെ എന്ന് തുറന്നു പറ. അപ്പൊ ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാ. ഞങ്ങൾ ഇസ്തിയാസ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ നേതാവ് ഞങ്ങളെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾക്ക് ഏത് വിഷമുണ്ടെങ്കിലും ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഇന്നെ വിളിച്ചോ മക്കളെ. ഞങ്ങൾ വിളിച്ചില്ലേ യാ സയ്യിദി സനദി? ഇനി അല്പം വിയർക്കേണ്ടി അതിനൊന്ന് മറുപടി പറയാൻ. പറയൂ മറുപടി. ഇത് ഹദീസല്ലേ? ഇതിൽ രണ്ട് ന്യൂനത ഉണ്ടോ? ഫീഹില്ലത്താനുണ്ടോ? മറന്നിട്ടില്ല. ഉണ്ടോ? എന്തേ പറ്റിപ്പോയത്? തെളിവല്ലേ പറഞ്ഞത്? ഓച്ചിറുപ്പാപ്പ ഞങ്ങൾ പറയാ, റസൂലിനോട് ഇസ്തിയാസ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചോ? അത് തുറന്നു പറ, തുറന്നു പറ. ഇല്ലെങ്കിൽ അബ്ബക്ക് അവസരം കൊടുക്ക, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്ക. ജബ്ബാർ മൗലവി ഏതായാലും പോയി, ഇപ്പൊ ഇയാളാണുള്ളത്. എവിടെ? ഇനി അടുത്ത വരവിന് അല്പം ലബ്ബൈ മുശ്രിക്കായിട്ടുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കണം. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഞങ്ങളെ തെളിവാ ഞങ്ങൾ പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആധികാരിക ഗ്രന്ഥം ഖുർആൻ, അതിന്റെ ശേഷം ബുഖാരി, ശേഷം സ്വഹീഹ് മുസ്ലിം. ഇതിലാ പറഞ്ഞത്. പ്രയാസമുണ്ടോ എന്നെ വിളിച്ചോ. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് പ്രതികരിക്ക്, തൊള്ള തുറക്കാൻ മൗലവി. എന്താ ഇതേ ഹദീസ് മാത്രല്ല, ഇത് കണ്ട് സ്വഹാബത്ത് അത് ചെയ്യുകയും ചെയ്തു. വെറുതെ കേട്ടോ, പഠിച്ചോ. ഈ ഹദീസ് കണ്ട സ്വഹാബികൾ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഇസ്തിഗാസ ചെയ്യുകയും ചെയ്തു. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? സ്വഹാബികൾ റസൂലിന്റെ ഖബറിൽ വന്ന് ഇസ്തിഗാസ. കാരണം അവർക്കറിയാം, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹാബികളടക്കം മനസ്സിലാക്കി. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് പിരിച്ചുവിടാം. നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കാലത്തിന്റെ ശ്മശാനത്തിലേക്ക് പോകാമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ പറയൂ അൻ സയ്യിദ് വൽദി ആദമിന്റെ മറുപടി. സ്വഹാബത്ത് ചെയ്തതോ? ചോദിക്ക്, തരാമപ്പോ. ഒന്നിനു പിന്നിൽ ഒന്നായിട്ട് തരാം. ഞങ്ങളെ തെളിവ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അന സയ്യിദ് വൽദി ആദമ യൗമൽ ഖിയാമ.
ഇനിയിപ്പോ യൗമൽ ഖിയാമണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് പറയും. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാ. അങ്ങനെ പറഞ്ഞു വാ ഖിയാമത്ത് നാളിലാണ്. അപ്പൊ ബാക്കി ഞാൻ പറയും. അപ്പൊ ബാക്കി ഞാൻ പറയുന്നതാണ്. അപ്പൊ ബാക്കി പറയുന്നത് ഒരു മോശമൊന്നുമല്ല. ബാക്കി പറയുന്ന പറയല് അത് ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ പറയണതാണല്ലോ. നിങ്ങളെ പറയിപ്പിച്ചേരാ. ഇപ്പോഴെന്താ ആയത്ത് എവിടെ? ഞാൻ ചോദിച്ച ആയത്തല്ലേ? 2 ആയത്തല്ലേ ഓതേണ്ടത്? ആ 2 ആയത്തും വന്നില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിന് ആയത്ത് വന്നില്ല, രണ്ടാമത്തേനും ആയത്ത് വന്നില്ല. എന്നാ അത് അവിടെയാ തൊള്ള തുറക്കണ്ടത്. എന്നോട് പറയൂ മറുപടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. എന്നാ പിന്നെ നിങ്ങൾ വേണ്ടല്ലോ. ഞാൻ തന്നെ ഇരുന്നിട്ട് ഇതാ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പിന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഇബിലീസിന്റെ വാദമാണ് എന്ന നിങ്ങളുടെ വാദത്തിന് തെളിവുണ്ടോ എന്ന് ഞാൻ ഇവിടുന്ന് ചോദിക്കുക. എന്നിട്ട് ഞാൻ നടന്ന് അവിടെ വരിക. എന്നിട്ട് അതിന് മറുപടി. എന്നാ പിന്നെ ഞാൻ തന്നെ പോരെ? ഇത് ഞാൻ ചോദിക്കുമ്പോ മറുപടി പറയാനാ നിങ്ങള്. എന്നിട്ട് എന്നോട് പറയൂ മറുപടി. നിങ്ങൾ ആയത്ത് തെളിവ് പറ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൽ ഇബ്ലീസിന്റെ വാദമാണ് എന്ന നിങ്ങളുടെ അപകടകരമായ വാദം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തെളിവില്ല. പിന്നെയോ നിങ്ങൾ തേടുന്നതാണ് ഓ ചെറുപ്പാപ്പ, നിങ്ങൾ തേടുന്നതാണ് പെണ്ണ് കെട്ടാൻ പുതിയ മസ്താൻ. നിങ്ങൾ തേടുന്നതാണ് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മുക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ. ദിക്ർ പഠിപ്പിച്ച ബീരാനൗലിയ പാപ്പ, ഇവരോടൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തേട്ടം നിങ്ങൾ ഇവിടെ എഴുതിയത് സുന്നികൾ മഹാന്മാരോട് നടത്തുന്നതല്ലേ? ആ മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ലേ ഞാൻ ചോദിച്ചത്. അതിന് തെളിവ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ഞാൻ വേറെ പറയാം. ആയത്താ ഞാൻ ചോദിച്ചത്. അതിനെന്താണ് വിശദീകരണം? പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ. തൽക്കാലം എന്റെ ചോദ്യത്തിന് മറുപടി പറയുക. 2 ആയത്തുകൾ, ഒന്ന് ആദ്യത്തേതിന്, രണ്ടാമത്തേത് ഇപ്പോഴത്തെ ചോദ്യത്തിന്. ഓ ചെറുപ്പാപ്പ, പെണ്ണെട്ടാൻ പുതി മസ്താൻ, അതേപോലെ മുനമ്പത്തെ ബീവി, അതേപോലെ തന്നെ ലാക്കണ്ണം ഇല്ലല്ലാ, ലാമൂക്ക ഇല്ലല്ലാ, ദിക്ർ പഠിപ്പിച്ച ഈ ആള്, അവരോടൊക്കെ നിങ്ങൾ സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന്, വിസ കിട്ടാൻ, ജോലി കിട്ടാൻ, അതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന തേട്ടം അത് ശിർക്കല്ല എന്നത് നിങ്ങളുടെ വാദമാണ്. അത് ഖുർആൻ കൊണ്ട് തെളിയിക്കാമെന്ന് നിങ്ങൾ എഴുതിയതാണ്. അതാ ചോദിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തില്ലേ, ഇതാ ഖുർആനിതാ, മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കാം. ഇതിൽ നിന്നൊരായത്തോതി ജനങ്ങളെ കേൾപ്പിക്ക്. ഇല്ലെങ്കിൽ മാന്യമായി ജനങ്ങളോട് പറ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു പോയതാണ്, അത് തിരുത്തുന്നു എന്ന് പറയാൻ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതില്ലാത്ത ആളുകളോട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് 2 ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2നും മറുപടി കിട്ടിയിട്ടില്ല. ആയത്ത് ഇവിടെ ഓതിയിട്ടില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം അത് മുജാഹിദികൾ ഏതായാലും ഒരു മുസാഫ് കൊണ്ടിരിക്കുക, മനസ്സിലായി, കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുസാഫ്. എന്നിട്ട് അതിൽ നിന്ന് ആയത്തുണ്ടോ? ഞാൻ ഓതിയില്ലേ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അതല്ലേ എൻ്റെ വിഷയത്തിന്റെ മുഖവുര തന്നെ. അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹ്ക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂൽ, നിങ്ങൾ ആർക്കും വഴിപ്പെടണം. സയ്യിദുനാ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി. ഇനി നമ്മളെ വ്യവസ്ഥ ഒന്ന് വായിക്ക്. ഖുർആൻ മാത്രമാണോ പ്രമാണം? സ്വഹീഹായ ഹദീസ്. അപ്പൊ അത്തിഉർ റസൂല, റസൂലിന് വഴിപ്പെടണമെന്ന് ഖുർആൻ. ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് നിങ്ങള് ഓരോ സംവാദത്തിലും ഒരു ആയത്ത്, ഹദീസ്, ഇതൊക്കെ വ്യത്യസ്തമായി നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി. മനസ്സിലാക്കിക്കോ. ഉന്ദുറിനെ പഠിപ്പിച്ചില്ലേ കോട്ടക്കലിൽ വെച്ച്? പഠിപ്പിച്ചില്ലേ ഞങ്ങള്? അപ്പൊ അതൊക്കെ പറയേണ്ടിടത്ത് ഞങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ് ഇതിന് മറുപടി പറഞ്ഞ ആയത്ത് ഞാൻ പറഞ്ഞുതരാം, ഉറപ്പാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ അത്തിഉല്ലാഹ, അല്ലാഹ്ക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂല, ആർക്കും വഴിപ്പെടണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെക്കാൾ ഖുർആൻ നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഖുർആൻ തിരിഞ്ഞത് നിങ്ങൾക്കാണോ? പിന്നെ മൂപ്പർക്ക് ഓച്ചിറോപ്പാക്ക് സ്പെഷ്യൽ എന്ത് ചെയ്യണം? പാപ്പാക്ക് ഒരു ആയത്ത് കിട്ടണം. ഉദൂ ഓച്ചിറോപ്പാപ്പ തന്നെ, അങ്ങനെ ആയത്ത് വേണം. റസൂലുള്ളാഹിനോട് സഹായം തേടൽ ശിർക്കല്ല. നിങ്ങൾ ഇവിടെ സമ്മതിച്ചാൽ മൂവാറ്റുപുഴയിലെ പകുതി വിഷയം തീർന്നു, ബാക്കി ഞങ്ങൾ തീർത്തോളാം.
അല്ലേ? റസൂലുള്ളാഹിനോട് ഏത് സഹായം തേടാ? കാരണം അന സയ്യിദ് വൽദിയാദം. തൊടാൻ കഴിയൂല മക്കളെ, നിങ്ങൾക്കത് തൊടാൻ കഴിയൂല. മുജാഹിദുകൾ തന്നെ വിചാരിക്കുന്നുണ്ട് എന്തിനാ അവർ വന്നത്, കാരണം തൊടാൻ കഴിയുന്നില്ല. ആയത്തും ഹദീസൊക്കെ തന്നെയല്ലേ നമ്മൾ പ്രമാണം. ആയത്തിൽ അല്ലാഹ് പറഞ്ഞ എന്താ? റസൂലിനെ ഭയപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇനി ഞാൻ പറഞ്ഞല്ലോ, റസൂല് പഠിപ്പിച്ച സ്വഹാബികൾ, ഖുർആൻ പഠിച്ച സ്വഹാബികൾ, അവർ തന്നെ നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന്, ശരിക്ക് കേട്ടോ, അവര് ഇസ്തിഗാസ ചെയ്യുകയും റസൂലിനോട് സഹായം തേടാൻ പറയുകയും ആഗ്രഹം പ്രകടിപ്പിച്ചതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങളത് ഉദ്ധരിക്കും. ഖുർആൻ പഠിച്ചത് ഒന്നാമതായി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങളാണ് പറഞ്ഞത്, വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പൊ ഉദു എന്ന് പറഞ്ഞതോ അത് ഉടമയാണ്. അൽമനാരിൽ പറഞ്ഞല്ലോ, അടിമയും ഉടമയുമാണ് എന്ന നിലക്കുള്ള ചോദ്യം ഇത് അള്ളാഹുവിനോട് മാത്രം. അതേ സമയത്ത് സഹായാർത്ഥന അത് ആരോടൊക്കെയാവാം? അന സയ്യിദു വൽദിയാദം സയ്യിദുനാ റസൂലുള്ളാഹി, ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രമാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അഭയകേന്ദ്രമായി ഉണ്ടാകും. ഉണ്ടോ മറുപടി? എത്ര കിതാബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടുകയില്ല. കാരണം ഞങ്ങളെ നേതാവാണ് പറഞ്ഞത്, അന സയ്യിദു വൽദിയാദം, അന സയ്യിദ്. ഇത് പാള മാറ്റിയിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം ചിരിക്കാൻ പോകുമ്പോൾ അവിടെ കിട്ടുന്നില്ല. ഇല്ല, പ്രമാണമല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു, സ്വഹാബി ചെയ്തത് വേണോ? റസൂല് മരിച്ചതിന്റെ ശേഷം ഖബറിന്റെ അടുത്ത് പോയി സങ്കടം പറയുന്ന സ്വഹാബികളുടെ പട്ടിക വേണോ? പറ, തുറന്നു പറ. തെരുവിലെ ഞങ്ങൾ തെളിവ്. ഖുർആൻ പഠിച്ച നബി തങ്ങൾ പറയുന്നു, എന്നോട് ചോദിച്ചോളൂ. സ്വഹാബികളോ വഫാത്തിന്റെ ശേഷം എത്രത്തോളം എന്നറിയോ? ഒന്നാമത്തെ സ്വഹാബിയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ഉമ്മു കുൽസൂം ബീവി അടക്കം നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ നേർചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? വേണോ തെളിവ്? ചോദിച്ചോ, തരാം. നൗഷാദ് ഹസന് സമ്മതിക്കട്ടെ, മുപ്പർ 1ാം ക്ലാസ് പഠിച്ച പാട്ടൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ഏത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാൻ, ചക്കര തന്നാൽ പിന്നെ പാടാൻ. ഇതെവിടെ വെച്ചത്? തെളിവ് എടുക്ക്. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ കയ്യിൽ വെക്കാനല്ല, എടുത്ത് ജനങ്ങളോട് പറ. ഉണ്ടെങ്കിൽ ഏറ്റവും, നിങ്ങൾ എന്നെ പറഞ്ഞെന്താ, ഏറ്റവും ആധികാരികം ഖുർആൻ, പിന്നെ ബുഖാരി, മുസ്ലിം എന്നല്ലേ ഏറ്റവും ആധികാരിക ഞാൻ ചോദിച്ചത്. പറ, ആ ആധികാരിക ഗ്രന്ഥത്തിലില്ല. പിന്നെന്താ മൂപ്പര ചോദ്യം? പട്ടിക വേണോ? പറ. അത് വേണോ? പറ, ഞാൻ തരാം. നിങ്ങൾ ചോദിക്കണ ചോദ്യം ചോദിക്കാനല്ലോ ഞാൻ ഇവിടെ നിന്നത്. എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറ. ഇനി അതല്ല, നിങ്ങളെ ചോദ്യത്തിന് എനിക്ക് മറുപടി അറിയില്ല, എനിക്ക് മറുപടി അറിയണ കുറെ ചോദ്യം ഉണ്ട്, നിങ്ങൾ ചോദിച്ചോന്നാണ് വ്യവസ്ഥേന്റെ സമയത്ത് പറയണം. മുജാഹിദുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതാകുന്നു. ഞങ്ങളുടെ കയ്യിൽ ചില മറുപടികളുണ്ട്, അതിന് മാത്രം ചോദ്യം മാത്രമേ ചോദിക്കാവൂ എന്ന് നിങ്ങൾ പറയേണ്ട. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ ചോദ്യമാണ്. ഉണ്ടോ മറുപടി എന്നാ പിന്നെയും ചോദിക്കണത്. ഉണ്ടോ മറുപടി എന്ന് ഞാനാ ചോദിക്കേണ്ടത്. മറുപടി പറ. 2 ചോദ്യം ഞാനിവിടെ ചോദിച്ചു. തിരുവനന്തപുരം സമസ്തക്കാര് നടത്തുന്ന മഹാന്മാരോടുള്ള ഇസ്തിഗാസ ശിർക്കല്ല എന്നതിന് ഖുർആനിൽ നിന്നുള്ള തെളിവ് നിങ്ങൾ ഓച്ചിറുപ്പാപ്പാനോട് തേടുന്നു, പെണ്ണ് കെട്ടാൻ പൂതിമസ്ഥാനോട് തേടുന്നു, മഴക്ക് വേണ്ടി ചെന്നാൽ തുണി പൊക്കി കാണിച്ചു കൊടുത്ത് ജനങ്ങളുടെ മുമ്പിൽ മൂത്രമൊഴിക്കുന്ന വേങ്ങര കോയപ്പാപ്പാനോട് തേടുന്നു. കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടല്ലേ? ഇതാണ് നിങ്ങളെ മഹാമാരെ കോലം. മഹാമാരി നേടുമ്പോ എന്തെങ്കിലും വിചാരിച്ചത്? മനമ്പത്ത ദീദി, പെണ്ണുകെട്ടാൻ പൂതിമസ്ഥാൻ, ഇതൊക്കെയാണ് നിങ്ങളെ മഹാമാരി. അവരോടുള്ള ഇസ്തിഗാസ, നിങ്ങൾ പറയുന്ന സഹായതേട്ടം ശിർക്കല്ല എന്നതിന് കോട്ടക്കണക്കിന് തെളിവ് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനിന്ന് അത്തിയുല്ലാഹു അത്തിയു റസൂല തെളിവാണോ? എങ്കിൽ അതൊന്ന് പറയാതെ അതിന് തെളിവാണ്, ഈ ഇസ്തിഗാസക്ക് തെളിവാണ്. ആണെങ്കിൽ അത് എന്തായാലും ഒന്ന് മനസ്സിലായല്ലോ, അള്ളാന്റെ ഖുർആനിൽ. ഇനി ജനങ്ങളോടാ, മൈലന്മാരോടല്ല, സഹോദരന്മാരെ, അള്ളാന്റെ ഖുർആനിൽ ഇവരിങ്ങളെ കൊണ്ട് ചെയ്യിക്കണ പണിക്ക് ഒരു തെളിവുമില്ല.
ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ്ട. ഈ ജാതി ഉഷാറും ആവേശമൊക്കെ ഉള്ളവര് ഉണ്ടെങ്കിൽ തെളിവോതൂലേ? ഇല്ല ഇല്ല ഇല്ല. അള്ളാന്റെ ഖുർആനിൽ ഈ പറഞ്ഞ ആളുകളോടൊക്കെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസക്ക് സഹായതേട്ടത്തിന് തെളിവില്ല. ഏറ്റവും ആധികാരികമെന്ന് ഇവര് പോലും പറഞ്ഞ ഇസ്ലാമിക പ്രമാണത്തിൽ തെളിവില്ല. ഉണ്ടെങ്കിൽ ഒരു ചാൻസും കൂടി തരാ മറുപടി പറയാൻ. 2 ആയത്ത്. ഒന്ന്, ഇത് ഇബ്ലീസിന്റെ വാദമാണ്, ഇബ്ലീസിന്റെ വാദമാണ് എന്നതിനുള്ള ആയത്ത്. 2, ഈ ഓച്ചിറുപ്പാപ്പ, പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ, വേങ്ങരക്കോയപ്പാപ്പ, തുടങ്ങി മനമ്പത്തെ ബീവിയോടൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായതേട്ടം ശിർക്കല്ലെന്നതിന് തെളിവ്. ഏതായാലും മൗലവിക്ക് അനസയ്യിദ് ഉൾദിയാദം തൊടാൻ കഴിയൂലട്ടോ. ഖിയാമത്ത് നാൾ വരെ തൊടാൻ കഴിയൂല. ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു ആയത്ത് ഞാൻ തരാം. പറഞ്ഞ ആയത്തിനെ കുറിച്ച് നമ്മൾ മിണ്ടിയിട്ടില്ല. ഞാൻ ആമുഖം പറഞ്ഞിട്ടാണ് എൻ്റെ തെളിവ് പറഞ്ഞത്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞ എന്താ? നബി തങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്നാണ്. അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്താണ് വിശ്വസിച്ചത്? ഞാൻ നിങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ, നിങ്ങളുടെ ആപ്പൽ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് മറുപടി പറയാൻ ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ഞങ്ങളുടെ വിഷയാവതരണത്തിലും ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളും പറയും ആയത്തിൽ പറഞ്ഞതിൻ്റെയും അർത്ഥം അത് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്കും പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ആയത്ത് നിങ്ങളെക്കാൾ മനസ്സിലായത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. ഏതായാലും ഇപ്പൊ ഇസ്തിഗാസ അംഗീകരിച്ചു. ആരോടുള്ള ഇസ്തിഗാസ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിനോടുള്ള ഇസ്തിഗാസ. അത് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് അതിന്റെ ശേഷം ഏതെല്ലാം മഹാന്മാരുണ്ടോ ആ മഹാന്മാരോടൊക്കെ, പിന്നെ മഹാന്മാരെ തെറി പറയാന്നുള്ളത് നിങ്ങൾ ഐഡന്റിറ്റിയാണ്. അതെങ്ങനെ തന്നെയാണ്. അവരെ നിങ്ങൾ പരിഹസിച്ചോ? അള്ളാന്റെ റസൂലിനെ വരെ നിങ്ങൾ പരിഹസിച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങളെ ഔലിയാക്കളെ നിങ്ങൾ പരിഹസിക്കുന്നതിൽ നിങ്ങളെ ആഖിബത്ത് നിങ്ങൾ സൂക്ഷിച്ചോ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ പറയണം. അതാണ് ഞങ്ങളെ നേതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങളെ നേതാവായ ഇബ്ലീസ് അപമാനിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം ഓരോ വലിയനെ കുറിച്ചും. അപ്പൊ നിങ്ങൾ ഇബ്ലീസിന്റെ ആളാന്ന് ഇങ്ങനെ മനസ്സിലാവും. അതാ ഇബ്ലീസിന്റെ വാദം എന്ന് പണ്ട് പറഞ്ഞത്. ഇപ്പൊ തിരിയുന്നുണ്ടോ ഓരോന്നും? അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ പറയുന്നു, അത്തിഉല്ലാഹ ഖുർആനാണ്, നിങ്ങൾ അല്ലാഹുക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂല, റസൂലിനും വഴിപ്പെടണം. ആ റസൂൽ പറഞ്ഞത് എന്താണ്? പ്രയാസങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാമെന്ന്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറുപടി പറയാൻ കഴിയൂല മക്കളെ. അത് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണോ ഇതിന്റെ ശേഷം ഞാൻ പറഞ്ഞു തരും. ധൈര്യമുണ്ടെങ്കിൽ പറ. കാരണം ഞങ്ങളെക്കാൾ ആയത്ത് പഠിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ കായക്കൊടിക്കാണ് ഇപ്പൊ നബിതങ്ങളെക്കാൾ ആയത്തി തിരിഞ്ഞതല്ലേ? ഓന്റെ പൊട്ടന്മാരെ ഞാൻ വിളിക്കണില്ല സക്കരിയ സുറായി അല്ലാത്തോണ്ട്. നിങ്ങൾ പറയാ അന സയ്യിദുൽ വൽദിയാദം, ഏത് വിഷമഘട്ടത്തിലും ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി. അത് മനസ്സിലാക്കിയ ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിയോട് പറയുന്നത് കേട്ടോ, വല്ലാഹി ലഇൻ ഫഅൽതി ലഅഖ്റുജന്ന ഇലാ ഖബരി റസൂലില്ലാഹി. അതെ, അത് നിങ്ങൾ ചെയ്താൽ ഞാൻ റസൂലിന്റെ ഖബറിന്റെ സമീപത്തേക്ക് പോകും. അവിടെ ചെന്ന് ഞാൻ ഇസ്തിഗാസ ചെയ്യുമെന്ന് ആയിഷ ബീവിയോട് ഖുർആൻ മനസ്സിലാക്കിയ ഉമ്മു കുൽസൂം ബീവി അല്ലേ പറഞ്ഞത്? എനിക്ക് ഖുർആനാണോ വേണ്ടത്? കിതാബ് ഏതാണെന്നോ പഠിച്ചോ? ഒന്നിപ്പോൾ തരാം. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബുൽ ഇസ്തിയാബ് നോക്കിക്കോ. സനദിൽ ന്യൂനതയുണ്ടെങ്കിൽ പറ, ധൈര്യമുണ്ടെങ്കിൽ പറ. ഇല്ലത്താനി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാലോ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബീവിയെ കല്യാണം അന്വേഷിച്ചപ്പോ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവിയോട് ഉടനെ പറഞ്ഞു, ബീവി അത് നമുക്ക് വേണ്ട. അത് ചെയ്താൽ ഞാൻ റസൂലിന്റെ ഖബറിലേക്ക് ഓടിച്ചെല്ലും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ ഇസ്തിഗാസ ചെയ്യും. മറുപടി പറയാനോ?
എന്താ പടച്ചോനെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഞാൻ ഖുർആൻ ചോദിക്കുമ്പോ മൂപ്പര് പറയാ എന്റെ അടുത്തുള്ള ഹദീസാണ്, ഖുർആൻ ഞാൻ പിന്നെ പറയും. ഉണ്ടെങ്കിൽ അത് പറയണം സഹോദരാ, ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ല, നിങ്ങൾ എന്തിനാ ഇബ്നു അബ്ദുൽ ബറിന്റെ ഇസ്തിയാബ് എടുത്ത്? ഞാൻ പറഞ്ഞില്ല ഖുർആൻ ഞാൻ തരാ, ഇതിൽ നിന്ന് ഓതിയാ പോരെ. ഇതിലുള്ള തെളിവ് ഓതാനാ പറഞ്ഞത്. ഇല്ല, ബോധ്യപ്പെടണം സഹോദരന്മാരെ, ഇവർക്ക് അതിന് തെളിവില്ല. ഇത് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് അതേപോലെ ഞങ്ങൾ എഴുതിയത് എന്താ, കാന്തപുരം സമസ്തക്കാര് നടത്തുന്ന ഇസ്തിഹാസ, അതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നിങ്ങൾ പറയേണ്ടത്. ആ മഹാമാരി എന്നല്ല നിങ്ങൾ പറഞ്ഞു. റസൂലിന്റെ പേര് കേൾക്കുമ്പോ ചൊല്ലിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചൊല്ലിക്കോ ഓ ചെറുപ്പാപ്പ, നവ്വറല്ലാഹു മർഖദഹു, ചൊല്ലേ. ആ മനമ്പത്ത ബീവി ഒരു പെണ്ണ് കെട്ടാൻ പൂതി വസ്താൻ, ചൊല്ലേ. ആ ലാ കണ്ണ ഇല്ലല്ലാ, ലാ വാല ഇല്ലല്ലാ, ലാ ചൊറി ഇല്ലല്ലാ, ലാ തലവല വാല ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ. ഈ ദിക്റ് പഠിപ്പിച്ച ബീരാനൗലിയ പാപ്പ. ആ മഹാന്മാരോടൊക്കെ നിങ്ങൾ നടത്തുന്ന ഇത്തിഹാസക്ക് തെളിവുണ്ടോ? ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ എന്നാ ചോദിച്ചത്. ഇപ്പൊ പറയണതോ ഖുർആന്റെ അടുത്തുണ്ട്, പിന്നെ പറയാൻ നിങ്ങളെ കൂടെ ആരാണ്? ഞാന് ഇവിടെ വാദപ്രതിവാദം വെച്ചത് അതിനാ. പിന്നെ അനസയ്യിദ് വൽദി ആദമിന് മറുപടി പറയണം. അതിന് മറുപടി പറയാൻ പറ്റിയ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു കേട്ടോ അവസരം. ഒരു ചോദ്യം പോലും ചോദിച്ചില്ല നിങ്ങൾ, ഒരു ചോദ്യം പോലും. അനസയ്യിദ് വൽദി ആദമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോ? എന്നിട്ട് ഇപ്പം മറുപടി പറ എന്ന് പറയല.